ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി പല ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, അതെ. കുടുംബത്തിൽ അനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്തത്തെ അല്ലാത്ത മുഴുവൻ സമയം അവരെന്താണ് ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളത്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത് എൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. ആ. പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടമൊക്കെ എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ്, മക്കളുടെ കല്യാണം അതെ. പ്രായത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നത് ആ ഒരു അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു, പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്നും പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ളൊരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്.